നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 595 595. ഭഗവാന്റെ വൃന്ദാവന യാത്ര. ഗോപികളുടെ ചോദ്യങ്ങൾ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 595. ഭഗവാന്റെ വൃന്ദാവന യാത്ര കണ്ട് ഗോപികളുടെ ചോദ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 93-ാം സർഗ്ഗമാണ്. അപ്പോൾ 92-ാം സർഗ്ഗത്തിൽ അവസാനത്തെ ശ്ലോകം ഇന്നലെ പറഞ്ഞ് നിർത്തിയത് ശ്ലോകം നമ്പർ 33. കമലദളവിലോചനൻ്റെ പൂങ്കഴിലണയുള്ളിൽ അതീവ സുന്ദരം കരതളരിൽ മനോജ്ഞ വീണയും കളരവമേന്തി മടങ്ങി മാമുനി. അതായത് വെടിമരുന്നിൽ തീയിടുന്ന പോലെ നാരദർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് എന്താണെന്ന് പറയുക, വാനിഷ്ഡ്. ഇനി നമ്മൾക്ക് ഒന്നാം ശ്ലോകം 93-ാം സർഗ്ഗം. പിറ്റേന്നാൾ പൈക്കൾ മേച്ച് ഇടാൻ കൃഷ്ണനും ബലരാമനും ചങ്ങാതിമാരോടൊത്ത് അമ്പാർന്ന് ഇറങ്ങി അതിരാവിലെ. കഥ പറയുന്ന കൂട്ടത്തിലാണതേ, ഒരു സംവാദമല്ലേ. പിറ്റേന്നാൾ പൈക്കൾ മേച്ച് ഇടാൻ കൃഷ്ണനും ബലരാമനും ചങ്ങാതിമാരോടൊത്ത് അമ്പാർന്ന് ഇറങ്ങി അതിരാവിലെ, ഏർലി മോർണിംഗ്. പൊന്നിൻ ഗുണമണി മാല കുലുക്കി കൊണ്ടുപൈക്കളും മകിടിൻ കനം ഊർന്നോടിയെത്തി നാഥൻ്റെ കൂടവേ. ഭഗവാന്റെ സ്പീഡിനനുസരിച്ച് പശുക്കൾ ഓടിയെത്തിയെന്നാണ് പറഞ്ഞത്. പൊന്നിൻ കുടമണി മാല, പശുക്കൾക്കൊക്കെ പൊന്നിൻ്റെ കുടമണി മാലകളാണെന്നാണ് പറഞ്ഞത്. കുലുക്കി കൊണ്ടു പൈക്കളും അകിടിൻ കനം ഊർന്നോടി. ധാരാളം പാല് കറക്കാറുണ്ട്, വലിയ അകിടാണ്. എന്നാലും ശരി, വെച്ച് ഓടി എത്തി നാഥൻ്റെ കൂടവേ. പൈതങ്ങൾ കൊമ്പും കുഴലും വിളിച്ച് ഉത്സവമാംവിധം നിരന്നു പോകും ആ കാഴ്ച നോക്കുന്നു പുരവാസികൾ. ഓരോരോ ഭവനത്തിൻ്റെ മുമ്പിലും അവരവരുടെ ഭവനങ്ങളുടെ മുമ്പിൽ കൂടി ഭഗവാന്റെ യാത്ര. ധാരാളം പൈക്കളോട് ചങ്ങാതിമാരോടൊത്ത് ഒരു വലിയൊരു ഘോഷമാണ്. കുട്ടികൾ കൊമ്പ് വിളിക്കണു, കുഴൽ വിളിക്കണു. യശോദയും രോഹിണിയും നന്ദനും തൻ കിടാങ്ങളെ മറിയും വരെയും നോക്കി മടങ്ങി മെല്ലെ മെല്ലവേ. അവിടെയാണ് ഇതേവരെ ഇങ്ങനൊരു ശ്ലോകം ഉണ്ടായിട്ടില്ല. എന്താ? യശോദയും രോഹിണിയും നന്ദനും തൻ കിടാങ്ങളെ മറിയും വരെയും, കണ്ണെത്താത്ത ദൂരത്തെത്ത് മറയും വരെയും നോക്കി മടങ്ങി മെല്ലെ മെല്ലവേ. അപ്പോൾ ഞാൻ അവിടെ ഒരു കമൻ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേ ഓഫ് ദിസ് സോർട്ട് ഓഫ് സീൻ. ഇങ്ങനൊരു കാഴ്ച ഇനി യശോദമ്മയ്ക്കും രോഹിണി ദേവിക്കും കാണാൻ പറ്റില്ല. അവസാനത്തെ യാത്ര. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആരെത്തും? അക്രൂരനെത്തും. പിറ്റേ ദിവസം ഭഗവാൻ മധുരയിലേക്ക് യാത്രയോ. അതിൻ്റെ ഇടയ്ക്ക് സംഘർഷഭരിതമായിട്ടുള്ള കാര്യങ്ങൾ, ഗോപസ്ത്രീകളുടെ രോദനം, അക്രൂരനെ ശപിക്കൽ, അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് കിട്ടുക, അല്ലാണ്ട് എന്തെല്ലാമാണ് വിഭവങ്ങൾ പറയാൻ പറ്റില്ല. ഐ ആം സോ എക്സൈറ്റഡ്, അങ്ങനെ പറയാം. അപ്പോൾ യശോദയും രോഹിണിയും നന്ദനും തൻ കിടാങ്ങളെ മറിയും വരെയും നോക്കി മടങ്ങി മെല്ലെ മെല്ലവേ. ഒക്കത്ത് പൊന്നിൻ കുടവും വെച്ച് പോരും നദാംഗികൾ. അത് സ്ത്രീകൾ, അവിടുത്തെ ചെറുപ്പക്കാർ, കുട്ടികൾ, എവിടുത്തെ ഗോകുലത്തിലത്തെ. ഒക്കത്ത് പൊന്നിൻ കുടവും വെച്ചു പോരും നദാംഗികൾ കനമോർക്കാതെ കാർവർണ്ണനുണ്ണിതൻ കോമളാനനും.
ഒരു ജോലി ചെയ്യുമ്പോൾ ഭാരമായിട്ട് തോന്നിയാൽ ആ ജോലിയിൽ താല്പര്യമില്ല എന്നർത്ഥം. നേരെ മറിച്ച് എത്ര വലിയ ജോലിയും ആഹ്ലാദഭരിതമായിട്ട് ചെയ്യണത് ഈശ്വരാധീനത്തിലാണ് ഇനി. അപ്പോൾ അവരവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ജോലി ചെയ്യുമ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അതേത് മാതിരി എന്ന് ചോദിച്ചാൽ ഈ പൂരത്തിന് അല്ലെങ്കിൽ അച്ഛൻ്റെ ശ്രാദ്ധത്തിന് നമ്മുടെ ശ്രാദ്ധത്തിനൊക്കെ കുട്ടികൾ അല്ലേ എല്ലാവരും പിറന്നാളിന് ഒക്കെ കൂടും. അപ്പോൾ തമ്മിൽ കുട്ടികളെ എടുക്കാനൊരു വാശി ഉണ്ടാവും ആൾക്കാർക്ക്. അതായത് ഒരു അനിയന് ഏട്ടൻ്റെ കുട്ടികളെ എടുക്കാൻ താല്പര്യം ഉണ്ടാവും, ഏട്ടന് അനിയൻ്റെ കുട്ടികളെ എടുക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ചില കമൻസ് ഉണ്ട്, എന്താ ഉണ്ടോ, ഇടാ ഇങ്ങനെ കുട്ടികളെ വളർത്തുക, കുറച്ച് ഓടി സ്റ്റഡിയൊക്കെ ഒന്ന് കമ്മിയാക്കണ്ടേ. അതായത് താൻ എടുക്കാൻ പോകുന്ന ഏട്ടൻ്റെ കുട്ടി വെച്ച് തടിയുണ്ടാവും, അതിങ്ങനെ പറയാം, ഏട്ടാ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ, അയാൾ ഒന്നിനും കൊള്ളാണ്ടാവില്ലേ. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, അത് ആ തടി തന്നെ അവനവൻ്റെ കുട്ടിക്ക് ഉണ്ട് വിചാരിക്കുക, ആ അവനവൻ്റെ കുട്ടി എടുക്കുമ്പോൾ തടി തോന്നില്ല. ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒക്കത്ത് പൊന്നിൻ കുടവും വെച്ചു പോരുന്നതാങ്കികൾ കനമോർക്കാതെ കാർവർണ്ണനുണ്ണിതൻ കോമളാനനം മൈക്കണ്ണാൽ ഒറ്റുനോക്കിക്കൊണ്ടൊട്ടു നാണിച്ചു മെല്ലവേ കുഴഞ്ഞുകൊണ്ട് ചോദിച്ചാർ ഇന്നെന്താണ് ഇത്ര രാവിലെ. അല്ല എന്താന്ന് പതിവില്ലാണ്ട് കുറേ നേരത്തെ പുറപ്പെട്ടത് എന്ന് ചോദിക്കും. മൈക്കണ്ണാലുറ്റു നോക്കിക്കൊണ്ടൊട്ടു നാണിച്ചു മെല്ലവേ കുഴഞ്ഞുകൊണ്ട് ചോദിച്ചാർ ഇന്നെന്താണ് ഇത്ര രാവിലെ. മന്ദസ്മിതത്താലവർ തൻ മൃദുമാനസമൊക്കെയും കവർന്നുകൊണ്ടു കാർവർണ്ണൻ ഗോപിമാർ മുഖപഞ്ച. അപ്പോൾ ഗോപിമാരാണല്ലോ ചോദിക്കണത്, അല്ല കുട്ടാ എന്ന് എന്തത്ര നേരത്തെ. അപ്പോൾ മന്ദസ്മിതത്താൽ അവർ തൻ മൃദുമാനസമൊക്കെയും, മനസ്സുകൾ അവർ ഭഗവാൻ മൃദുമാനസന്മാരോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഖനമില്ലാത്ത മനസ്സിൻ്റെ ഉടമയാവണം നമ്മൾ. ഭഗവാൻ ഹൃദയപത്മത്തിലുള്ളപ്പോൾ മനസ്സിനെന്തിനാ ഖനം? ഈ ലോകത്തിലുള്ള ആവശ്യമില്ലാത്ത തിങ്കിങ്സ് തോട്ട്സ് മനസ്സിൽ വയ്ക്കുമ്പോഴാണ് നമുക്ക് ഭാരം തോന്നുക. അത് വേണ്ട. അപ്പോൾ ഇതിന്നൊക്കെ നമ്മൾ ഉപദേശങ്ങൾ ഇതിപ്പോൾ ആരാ പറഞ്ഞു തരിക? അറിവുള്ളവർ മിണ്ടാണ്ടിരിക്കുകയല്ലേ ചെയ്യണത്, കാശ് കൊടുത്താലല്ലേ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മന്ദസ്മിതത്താലവർ തൻ മൃദുമാനസമൊക്കെയും കവർന്നുകൊണ്ടു കാർവർണ്ണൻ ഗോപിമാർ മുഖപങ്കജം പിന്നെയും പിന്നെയും ഭാവമധുരം നോക്കി അങ്ങനെ എഴുന്നള്ളിടിനാൻ എന്തോ കൊഞ്ചിയും കൊണ്ടുപോമളൻ. എന്തോ പറഞ്ഞുകൊണ്ടിങ്ങനെ പോവാണ് അദ്ദേഹം. കാളിന്തിയാറ്റിൻ കരയിൽ ചെന്നു ചേർന്നു മനോഹരൻ പൊൻചിലമ്പും കിലുക്കിക്കൊണ്ട് എങ്ങെങ്ങും വിളയാടിനാൻ. ഓട്ടവും ചാട്ടുമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കി അദ്ദേഹം ഇനിയിപ്പോൾ ഇത്ര മധുരമുള്ള ഈ സർക്കംസ്റ്റാൻസസ് അറ്റ്മോസ്ഫിയർ ഞാൻ വിട്ടുപോവാണ്, മധുരയ്ക്ക് പോവാണ്. എന്തിന്? കംസനെ കൊല്ല, അമ്മാവനെ കൊല്ല. പറഞ്ഞില്ലേ? കാളിന്തിയാറ്റിൻ കരയിൽ ചെന്നു ചേർന്ന് മനോഹരൻ പൊൻചിലമ്പും കിലുക്കിക്കൊണ്ട് എങ്ങെങ്ങും വിളയാടിനാൻ. പൂവറുപ്പതിനും മറ്റും പുണ്യമേറിയ ഗോപികൾ ചമഞ്ഞാടിക്കുഴഞ്ഞ് അമ്പാർന്ന് അണഞ്ഞിടും ഇടങ്ങളിൽ. വാശിയാണ് പെൺകുട്ടികൾക്ക് പൂ പറിക്കാൻ. പൂ അറുപ്പതിനും മറ്റും പുണ്യമേറിയ ഗോപികൾ. ആരവര്? ഗോപസ്ത്രീകൾ, മുനിമാരും ദേവന്മാരാണേ. പുണ്യമേറിയ ഗോപികൾ ചമഞ്ഞ് ആടിക്കുഴഞ്ഞ് അമ്പാർന്നണഞ്ഞിടും ഇടങ്ങളിൽ. രാസലീലകൾ മിന്നിച്ച യമുനാപുളിനങ്ങളിൽ പൊൻകൈവളകിലൊങ്ങിയുടെ പന്താടിയിടുമിടങ്ങളിൽ. ഭഗവാൻ എല്ലാം റീവൈൻഡ് ചെയ്യാണ്. ഈ സ്ഥലത്ത് ഞാൻ എന്തൊക്കെ ഗോപസ്ത്രീകളോട് കൂടി അവരോടൊപ്പം രാസലീല ആടി, ഞാനിതൊക്കെ വിട്ടു പോവല്ലേ? അല്ലെങ്കിൽ അവർ ഇവിടെ വരുമ്പോൾ എന്നെ ഓർക്കാതെണ്ടിരിക്കുമോ? രാസലീലകൾ മിന്നിച്ച യമുനാപുളിനങ്ങളിൽ പൊൻകൈവളകിലൊങ്ങിയുടെ പന്താടിയിടുമിടങ്ങളിൽ. മല്ലയുദ്ധത്തിലും മറ്റും ക്ഷീണിച്ചു കുളിർത്തെന്നലിൽ മാമരച്ചോട്ടിൽ മിണ്ടാതെ വിശ്രമിക്കും ഇടങ്ങളിൽ. ഓരോ അസുരന്മാർ ഇവിടെ പല രൂപത്തിലും വരുമ്പോൾ അവരേനൊക്കെ കൊന്ന് വധിച്ച് മോക്ഷം കൊടുത്ത് ക്ഷീണിച്ച് പരവശനായിട്ടിരിക്കുമ്പോൾ
കുട്ടികൾ വീശിത്തരലും എല്ലാം കൂടി ആലോചിക്കാൻ വയ്യ. മല്ലയുദ്ധത്തിലും മറ്റും ക്ഷീണിച്ചു കുളിർതെന്നലിൽ മാമരച്ചോട്ടിൽ മിണ്ടാതെ വിശ്രമിക്കും ഇടങ്ങളിൽ പല വേഷങ്ങളും കെട്ടി കളിച്ചിടും സ്ഥലങ്ങളിൽ പീലിക്കിരീടവും ചുറ്റുചിരിച്ചതി മനോഹരം ഓടക്കുഴൽ വിളിച്ചിടും അരയാൽ ചോട്ടിലെങ്ങനെ എന്നല്ല എങ്ങെങ്ങും ഒട്ടേറെ വിലസി വിശ്വഭാവനൻ. ഉച്ചയ്ക്കു മുമ്പിലെന്തോ മുകിൽമാലയ കാരണം ഉച്ചയ്ക്ക് മുമ്പിൽ ഇന്ന് എന്തോ മുകിൽമാലയ കാരണം വൃന്ദാവനത്തിൽ മുകളിൽ എങ്ങെങ്ങും ചിന്നി നിൽപ്പതായി കണ്ടു കാർവർണ്ണനെ വിളിച്ചോതിനാൻ ബലനീ വണ്ണം. അദ്ദേഹത്തിന് മനസ്സിലായി, ഏട്ടന് കാര്യം മനസ്സിലായി. ഇയാൾ ഈ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായിട്ട് പോകുമ്പോൾ ഒരു എന്താണെന്ന് പറയുക, ഒരു പുസ്തകത്തിൽ എന്തൊക്കെ എഴുതി കൊടുക്കുമല്ലോ, ഞങ്ങൾക്ക് മറന്നു. എന്താണ് ജീവനുള്ള കാലം തന്നെ ഓർക്കുന്നൊക്കെ എഴുതി കൊടുക്കും. പിന്നെ കാണില്ല. അതിനെന്തോ ഒരു പേരുണ്ട്, അത് ഓർമ്മ വരില്ല ഹരിദാസേ. എന്താ ചെയ്യാം, അറിയില്ല. ഞാൻ പറയാം, ഓർമ്മ വന്നു വെച്ചാൽ ഞാൻ പറയാം. അപ്പോൾ വൃന്ദാവനത്തിൽ മുകളിലെങ്ങെങ്ങും ചിന്നി നിൽപ്പതായി കണ്ടു കാർവർണ്ണനെ വിളിച്ചോതിനാൻ ബലൻ ഈ വണ്ണം. 4-5 ആണ്ടുകൾ മുമ്പ് അന്ന് ആ മയപുത്രൻ മതോദ്ധതൻ വ്യോമൻ ഗോപാലവേഷത്തിൽ വന്ന് ഈ ബാലകരെ സ്വയം നാട്യത്തിലാദ്യം പിന്നീടു കേവലം പടുചോരനായി കല്ലിട്ടടിച്ച് ഈ ഗുഹയിൽ കൊല്ലാനാണെന്നുറച്ചുടൻ. ഒരു 3-4 വർഷം മുമ്പ് എന്തുണ്ടായി എന്നുള്ളൊരു പ്രിയാമ്പിള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. വ്യോമൻ ഗോപാലവേഷത്തിൽ വന്ന ഈ ബാലകരെ സ്വയം നാട്യത്തിലാദ്യം പിന്നീടു കേവലം പടുചോരനായി കല്ലിട്ടടിച്ച് ഈ ഗുഹയിൽ കൊല്ലാനാണെന്നുറച്ചുടൻ വീണ്ടും കിടാങ്ങളെ കൊണ്ടുപോകും ആ ദുഷ്ട ദൈത്യനെ തല്ലിക്കൊന്നുള്ളത് വിടം വെച്ചാം വിശ്വൈകപാലക. അനിയാന്നല്ല വിളിക്കണത്, വിശ്വൈകപാലക, വിശ്വത്തിനെ പാലിച്ചു കൊണ്ടിരിക്കുന്ന പരമ്പൊരുളെ ഭഗവാനെ തന്നെയാണ് അർത്ഥം. ഇവിടെ വെച്ചിട്ടല്ലേ അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായത്. അതൊക്കെ ഓർമ്മ വരണ്ടല്ലേ, ഇതൊക്കെ വിട്ടു പോകണ്ടേ നമ്മൾക്ക് ഇനിയും പല കാര്യങ്ങളും ചെയ്യണ്ടേ. എനിക്കു തോന്നിയിടുകയാണിപ്പോൾ ഈ വണ്ണം അച്യുത. അപ്പോൾ ഭഗവാൻ തന്നെ അപ്പോൾ ദുഷ്ടദൈത്യനെ തല്ലിക്കൊന്നുള്ളത് വിടം വെച്ചാം വിശ്വൈകപാലക, എനിക്കു തോന്നിയിടുകയാണ് എപ്പോഴും ഈ വണ്ണം അച്യുത. ബലരാമൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കണം. ചുതിരഹിതനായിരിക്കുന്ന ഭഗവാനെ തന്നെ അർത്ഥം പറയാം. വ്യോമാസുരൻ്റെ ഗുഹയിൽ പെട്ട പൈതങ്ങൾ മാതിരി നമ്മൾ തന്നമ്മയച്ചന്മാരത്ര നാൾ ഇനി ആ വിധം കംസൻ്റെ കാരാകാരത്തിൽ അടിമപ്പെട്ടു വാഴണം. അതായത് നമ്മുടെ സ്വന്തം അച്ഛനമ്മമാരെ കംസൻ്റെ കാരാഗൃഹത്തിൽ വാഴണില്ലേ, നമ്മളവിടെ പോയി തനിക്ക് ഒരു ജോലി ഉണ്ടല്ലോടോ ചെയ്യാൻ, കംസവധം. അത് കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെ ചങ്ങലയിൽ നിന്ന് വിടുവിച്ച് അവരെ ഒന്ന് ആലിംഗനം ചെയ്ത് അവരെ ഒന്ന് പ്രദർശനം ചെയ്ത് അവരെ ഒന്ന് നമസ്കരിക്കണ്ടേ ചോദിക്കാം. അപ്പോൾ കംസൻ്റെ കാരാകാരത്തിൽ അടിമപ്പെട്ടു വാഴണം. അതിനെപ്പറ്റി നീ എന്താണ് ആലോചിപ്പത് മാധവ? വായ പൊളിക്കാൻ വയ്യ. മാധവ എന്താ അല്ലേ? ചരുതയെഴുമഗ്രജൻ്റെ ചതുരത. ഏട്ടൻ നല്ല കൊള്ളിച്ചുകൊണ്ടാണ് സംസാരിക്കണേ. ഈ സ്ഥലമൊക്കെ വിട്ടുപോകാൻ എനിക്കല്ല പ്രശ്നം, ഏട്ടനാണ് പ്രശ്നം. എനിക്ക് മനസ്സിലാവണ്ടേ, ഏട്ടൻ്റെ മുഖത്തുണ്ടത്. അപ്പോൾ ചതുരതയെഴും അഗ്രജൻ്റെ വാക്കാൽ അതൂല കുതുഹമുൾ കുരുന്നിലേന്തി മധുരമരുളിനാൻ മനോജ്ഞശീലൻ മധുരയിലേക്ക് എഴുന്നള്ളിയിടേണ്ട കാര്യം. ഒരു കൺക്ലൂഷനിലെത്തി. മധുരയിലേക്ക് പോകേണ്ട കാര്യം പറയാണ്ട് പറഞ്ഞൂല്ലേ വെടുക്കാതിയേ എന്ന് പറഞ്ഞ്
ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാഖണ്ഡേ ത്രിനവതിതമസർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 94-ാം സർഗം അക്രൂരൻ്റെ ഗോകുലയാത്ര. അക്രൂരൻ അവിടുന്ന് പുറപ്പെടുക. എൻ്റെ പൊന്നെ, ഇത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സർഗം. ഇതിൽ എത്ര ശ്ലോകാസ് ഉണ്ടോ? ഇതിൽ ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൺ, ഞാൻ നോക്കിയിട്ട് തന്നെ പറയാം. അതായത് എനിക്കിത് വളരെ ഒരു ഉത്കണ്ഠാകുലമായിട്ടുള്ളതാണ്. 156 ശ്ലോകങ്ങളാണ്. 156. ഇപ്പം നമ്മൾ 22 ശ്ലോകങ്ങളാണ് കഴിച്ചത്. ഒരു 6 ദിവസം എടുക്കും എന്ന് വിചാരിക്കണം ഞാൻ. മനസ്സിലായില്ലേ? അക്രൂരൻ്റെ ഗോകുലയാത്ര 94-ാം സർഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. അക്രൂരനോ രാത്രിയിൽ അന്ന് ഉറങ്ങാത്ത മഹാമതി വ്രജത്തിലേക്കു പൊൻതേരിൽ പുറപ്പെടാൻ പുലർച്ചയിൽ. ഉറക്കില്ല. എനിക്കും അങ്ങനെയാണ്. ഒരു സപ്താഹത്തിനൊക്കെ പോകണമെന്നുണ്ട് ഉറപ്പായാൽ പിന്നെ ഞാൻ എൻ്റെ വൃന്ദാവനത്തിലല്ല. എവിടെ പോകണം അവിടേക്ക് എത്തിയിട്ടുണ്ടാവും ഞാൻ. അക്രൂരനോ രാത്രിയിൽ അന്നുറങ്ങാത്ത മഹാമതി വ്രജത്തിലേക്ക് പൊൻതേരിൽ പുറപ്പെട്ടാൻ പുലർച്ചയിൽ കേശിയെ പോലെയും മറ്റുമല്ല നിഷ്കൽമഷാശയൻ. അക്രൂരൻ ആരാന്ന് പറഞ്ഞു? നിഷ്കൽമഷ ആശയൻ. കൽമഷമില്ലാത്തവൻ എന്നർത്ഥം. കൽമഷമില്ല. കൽമഷം എന്ന് പറഞ്ഞാൽ മനസ്സ് സോ പ്യോർ. ഗംഗാജലം പോലെ. ഇന്നത്തെ അല്ല, ഇന്നും ഇപ്പോഴത് ഗംഗാജലമൊക്കെ വൃത്തിയാക്കിയണോ ഇപ്പോഴത്തെ ഗവൺമെൻറ്. കേശിയെ പോലെ മറ്റുമല്ല നിഷ്കൽമഷാശയൻ. മൃഗീയത മനക്കാമ്പിൽ പോലും തീരെ അകന്നവൻ. ഒട്ടൂല. മനുഷ്യഭാവം മിന്നിപ്പാൻ എത്രയോ വെമ്പും ആത്മവാൻ സർവേശ്വരൻ്റെ സാന്നിധ്യം ആശിപ്പോനെത്രയാം. ഞാനിപ്പോൾ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഭഗവാന്റെ അടുത്ത് എത്തില്ലേ? ഭഗവാനെ എനിക്ക് കൺകുളിർക്ക് കണ്ടുകൂടെ? അവരെന്നെ കെട്ടിപ്പിടിക്കില്ലേ? ആലോചിച്ച് നോക്കണം. മനുഷ്യഭാവം മിന്നിപ്പാൻ എത്രയോ വെമ്പും ആത്മവാൻ. മനുഷ്യഭാവം മിന്നിപ്പാൻ എത്രയോ വെമ്പും ആത്മവാൻ. ആര്? ഭഗവാൻ. സർവേശ്വരൻ്റെ സാന്നിധ്യം ആശിപ്പോനെത്രയാം. ഉള്ളം സംശുദ്ധമാക്കേണ്ടത് ആവിധം ഭാഗ്യമാർന്നവൻ. നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്ത ആൾക്കാരായിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? സംശുദ്ധാക്കണം. അപ്പോൾ മാത്രമാണ് ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളെ നമ്മളെ ഹൃദയപത്മത്തിൽ വെച്ച് ആരാധിക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ കാശ് ചിലവാക്കി AC കാറിൽ പോയി AC സൂട്ടിലിരുന്നു, ഹോട്ടലുകാർക്ക് കാശ് കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ വേണ്ടപ്പെട്ടവർക്ക് കാശൊക്കെ കൊടുത്തു, അല്ലെങ്കിൽ ആരും ഉൾപ്പെടെ നെയ് റെസീറ്റ് വാങ്ങി പോയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ സർവേശ്വരൻ്റെ സാന്നിധ്യം ആശിപ്പോനെത്രയാം. ഉള്ളം സംശുദ്ധമാക്കേണ്ടതാവിധം ഭാഗ്യമാർന്നവൻ. കാർവർണ്ണൻ ഉണ്ണിയെ ചെന്നു കാണാം നേരം പുലർന്നിടിൽ. അതായത് വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തും. അപ്പോൾ പുലർച്ചെ പുറപ്പെട്ടാലേ അവിടെ എത്തുള്ളൂ. കാർവർണ്ണൻ ഉണ്ണിയെ ചെന്നു കാണാം നേരം പുലർന്നിടിൽ എന്നോർത്ത് രാത്രി മുഴുവൻ പരാഭക്തിയിൽ മുങ്ങിയോൻ. പരാഭക്തി, ഭഗവാനെ മാത്രം മനസ്സിൽ കരുതുക. അന്നാൾ ഉത്തമമാം ശുദ്ധോപവാസം തന്നെയാർന്നവൻ. അന്നാൾ, ആ ദിവസം ഉത്തമമായ ശുദ്ധ ഉപവാസം തന്നെ. ഒന്നും കഴിച്ചില്ല. എനിക്കൊന്നും വേണ്ട. എന്താ? ഞാൻ പോവാണ്. എങ്ങോട്ട്? ഭഗവാനെ കാണാൻ. എന്നെ അയക്കുകയാണ്. എത്രയോ മഹാഭാവികളുണ്ട് ഇവിടെ. എന്നെയാണല്ലോ അയച്ചത് ഭഗവാൻ, അല്ല കംസൻ, ഭഗവാനെ കാണാൻ. എനിക്ക് ഒന്നും വേണ്ട. ഞാൻ സാധാരണ 2-3 ചായക്ക് കുടിക്കുന്ന ആളാണ്. എനിക്കൊന്നും വേണ്ട. എപ്പോൾ ഭാഗവതന് പോകും. അല്ലേ, ഞാൻ പിന്നെ രണ്ടാമത്തെ സപ്താഹം, എൻ്റെ രണ്ടാമത്തെ സപ്താഹം 2002 ഫെബ്രുവരി 24
ചെമ്പൂര് സുബ്രഹ്മണ്യ സാമ്രാജ്യത്തിൻ്റെ ബേസ്മെൻറ്റിൽ ബോംബെ ചന്ദ്രു ശർമ്മയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. അപ്പോൾ ചിലപ്പോൾ തിരക്ക് വെച്ചിട്ട് ഈ മാമിമാർ കൗശലത്തോടു കൂടി വാശിയിൽ ആചാരനെ കുടിക്കാനുള്ളത് കൊണ്ടു കൊടുക്കും. പിന്നെ ഒരു നാരായണ സ്വാമി മാമ പറഞ്ഞിട്ട് സയോൺ നാരായണസി മാമ, പിന്നെ ജാനകിയമ്മ അലിയാസ് ഭാരതി അമ്മ, അവരുടെ പിറന്നാളാണ് അവർക്ക്. എനിക്ക് ചിലപ്പോൾ കിട്ടില്ല, അവർ വേണം വെച്ച് മറന്നതല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കാൻ വരും അവർ. അപ്പോൾ എൻ്റെ അടുത്ത് വരും ക്ലാസ് എടുക്കാൻ. അപ്പോൾ ഞാൻ പിന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയും, ഇങ്ങനെ കാണിക്കും. അപ്പുണ്ട് അവരുടെ മുഖഭാവത്തിലൊരു ഒരു വിവശത. സോറി ഇപ്പം കൊണ്ടുവരാം. എനിക്കത് കുടിച്ചോളണമെന്നൊന്നുമില്ല. കാരണം എന്താ, എനിക്ക് ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഇരിക്കാൻ സാധിച്ചില്ലേ, ചന്ദ്രു ശർമ്മേനെ പോലുള്ളൊരു മഹാനുഭാവൻ്റെ ഒപ്പം ഇരിക്കാൻ സാധിച്ചില്ലേ എന്നുള്ള ഒരു മാനസികാവസ്ഥ മനസ്സിലായില്ലേ. അന്നാൾ ഉത്തമമാം ശുദ്ധോപവാസം തന്നെ ആർന്നവൻ അങ്ങിങ്ങ് ഇന്നോളവും അലഞ്ഞുള്ള പോലല്ല ഇതോർക്കുകിൽ. സാധാരണ രാജാവിൻ്റെ കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് ഞാൻ പലപ്പോഴും. അങ്ങിങ്ങ് ഇന്നോളവും അലഞ്ഞുള്ള പോലല്ല ഇതോർക്കുകൾ. ഇതെൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സുവർണാവസരമാണ്. സാക്ഷാൽ മുകുന്ദനെ, സാക്ഷാൽ കേശവനെ, ജഗന്നിവാസനെ കാണാനുള്ള പിന്നെ പുറപ്പാടാണത്. അഖിലേശ്വരപാദത്തോടടുക്കും തീർത്ഥയാത്രയാം. ഹാറ്റ്സ് ഓഫ് ആർക്ക്? ഇത് എഴുതിയ ആൾക്ക്, താമരശ്ശേരി കൃഷ്ണൻപട്ടി. അഖിലേശ്വരപാദത്തോടടുക്കും തീർത്ഥയാത്രയാം. ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ കണ്ട് ആനന്ദക്കണ്ണീർ വിടാനുള്ള ഒരു ഓട്ടാണിത്. ഭഗവത് ദർശനം എനിക്കെന്നു സാധിപ്പതാം ദിനം. നിരാകാരനായിട്ടുള്ള പരമ്പൊരുളിനെ സകാരത്തോടുകൂടി കണ്ട് വന്നിക്കാൻ എനിക്ക് ഒരു അസുലഭ സന്ദർഭം കിട്ടിയിരിക്കണമെന്നാണ് അക്രൂരൻ്റെ മാനസികാവസ്ഥ. ഭഗവത് ദർശനം എനിക്കെന്നു സാധിപ്പതാം ദിനം എന്നോർത്ത് അളവിൽ ഉത്സാഹം ഉയർത്തിയിടിന ഭക്തിയാൽ. ഉത്സാഹത്തെ ഉയർത്തുന്നത് ഭക്തിയാണ്, സംശുദ്ധ ഭക്തി. ഭക്തിയുടെ വിളയാട്ടാണ് നമ്മൾക്ക് ആനന്ദക്കണ്ണീരൂടണതും പുളകം കൊള്ളണതൊക്കെ. ആനന്ദാശ്രുക്കൾ ഒഴുകി തുടങ്ങി ധാരധാരയായി. പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ എന്നോർത്തളവിൽ ഉത്സാഹമുയർത്തിയിടിന ഭക്തിയാൽ ആനന്ദാശ്രുക്കൾ ഒഴുകി തുടങ്ങി ധാരധാരയായി. പല പുണ്യവിചാരത്താൽ, എപ്പോഴും പലതരത്തിലുള്ള പുണ്യവിചാരങ്ങളായിട്ട് നമ്മൾ പൊരുത്തപ്പെടാൻ തുടങ്ങിയാൽ പുണ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറും. അപ്പോൾ നമ്മൾക്ക് സമയം പോണതറിയില്ല, ക്ഷീണിക്കില്ല, ശരീരം ക്ഷീണിക്കില്ല. ആൾവേസ് നമ്മൾ ചിയർഫുള്ളായിരിക്കും. എന്താ കാരണം? പല പുണ്യവിചാരത്താൽ പുളകാഞ്ചിതഗാത്രനായി അദ്ദേഹമാണ് ഈ തേരിൽ വിളങ്ങി രാജവീതയിൽ. അപ്പോൾ പുളകാഞ്ചിതഗാത്രനായി അദ്ദേഹം ആ മണിത്തേരിൽ വിളങ്ങി രാജവീതിയിൽ. ആരെ? അക്രൂരൻ. രണ്ടാമതൊരു ഭാസ്കരൻ, ഒരു സൂര്യനാണ് പോലെ ഭക്തിപരവശതയിൽ മഹാരാജാവിൻ്റെ മഹാവീതിയിൽ കൂടെ മണിത്തേരിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മർത്യദേഹത്തിൽ വന്നേതോ ദേവനെന്നതുപോലെ അക്രൂരൻ സ്വയം വൈകുണ്ഠവാസിയുടെ ചേതോവികാര. മർത്യദേഹത്തിൽ വന്നേതോ ദേവനെന്നതുപോലെ വേവഴിവിക്കിൽ അണഞ്ഞോരോ മയിലും പൈക്കിടാങ്ങളും നിൽക്കുന്നതായി കണ്ട് അദ്ദേഹം മെല്ലവെ ചൊല്ലി ഇങ്ങനെ. മയിലുകൾ നൃത്തമാടണോ, പൈക്കള് പുല്ല് തിന്നണോ, പൈക്കൾ അയവറുക്കണോ, എല്ലാം കൂടി കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിന് വൃന്ദാവനത്തിലേക്ക് അങ്ങോട്ട് എത്താനുള്ള ധൃതി. നിന്നെക്കാൾ എത്രയോ ചേലിൽ പീലി ചൂടിയൊരൻ പ്രഭു. മയിലിനോട് പറയാ, നിനക്ക് 1000 പീലിക്കണ്ണുകളുണ്ട്, പക്ഷേ നിൻ്റെ പീലിക്കണ്ണ് സ്വതസിദ്ധമായ ചാരുത അനുഭവിക്കണമെങ്കിൽ അത് എൻ്റെ തമ്പുരാൻ്റെ തിരുമുടിയിൽ ഇരിക്കണം എന്നാ. ആ ഭാഷയുടെ ഒരു സൗകുമാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
നിന്നേക്കാൾ എത്രയോ ചേലിൽ പീലി ചൂടിയൊരൻ പ്രഭു നർത്തനം ചെയ്യും അതു നീ കാണെങ്കിൽ നാണിച്ചൊളിച്ചിടും. ആരോടാ പറഞ്ഞത്? മയിലുകൾ നൃത്തം ചെയ്യുക. മയിലുകളോട് പറയാണ് അക്രൂരൻ, ഏയ് സ്റ്റാൻഡേർഡ് പോരടോ, നിൻ്റെ 1000 പീലിക്കണ്ണുകളിൽ ഒന്ന് എൻ്റെ പ്രഭു ചൂടിയിട്ടുള്ളൊരു നർത്തനമുണ്ട്. നീയൊന്നും അടുത്തേക്ക് എത്തില്ല. ആൾവേസ് അദ്ദേഹം A+ ആണെന്നാണ് പറഞ്ഞത്. നിന്നെക്കാൾ എത്രയോ ചേലിൽ പീലി ചൂടിയൊരൻ പ്രഭു. ഒരു പീലിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പീലി ചൂടി ഒരൻ പ്രഭു നർത്തനം ചെയ്യും അത് നീ കാങ്കിൽ നാണിച്ചൊളിച്ചിടും. കാലിക്കിടാങ്ങളെ, പിന്നെ പശുക്കളോട് പറയാം, കാലിക്കിടാങ്ങളെ നിങ്ങൾ അത്യന്തം ഭാഗ്യശാലികൾ. നിങ്ങൾ എത്ര പരമപവിത്രമായിട്ടുള്ളവരാന്ന് എനിക്കറിയാൻ പറ്റില്ല. കാരണം എൻ്റെ ഉടയോൻ, എൻ്റെ തമ്പുരാൻ നിങ്ങളെ നോക്കി വളർത്തണം. ആരെ? സാക്ഷാൽ ശ്രീകൃഷ്ണൻ. അപ്പോൾ കാലിക്കിടാങ്ങളെ നിങ്ങൾ അത്യന്തം ഭാഗ്യശാലികൾ, നിങ്ങൾ തൻ കൂട്ടുകാർ പിന്നിൽ നീരജായതലോചനൻ. താമരതളകനായിരിക്കുന്ന ആ ഭഗവാൻ നിങ്ങളുടെ സന്തത സഹചാരികളായിട്ടുള്ള പശുക്കളെ മേച്ചുകൊണ്ട് വൃന്ദാവനത്തിൽ അദ്ദേഹത്തിനെ കാണാൻ പോവുകയാണ് ഞാൻ പറഞ്ഞത്. കാലിക്കിടാങ്ങളെ നിങ്ങൾ അത്യന്തം ഭാഗ്യശാലികൾ, നിങ്ങൾ തൻ കൂട്ടുകാർ പിന്നിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ പിന്നിൽ നീരജായതലോചനൻ കൊച്ചോടക്കുഴലും തൃക്കൈ താരിലേന്തി മനോഹരൻ ഓടിയോടി വരുന്നുണ്ടാം പൊന്നിൽ തളകിലുങ്ങവേ. പശുക്കളെ ആട്ടിക്കൊണ്ട് കൊച്ചു നർത്തനം, കൊച്ചു ജമ്പുകളൊക്കെ ചെയ്തിട്ട്, ചാട്ടമൊക്കെ ചെയ്തിട്ട്, കയ്യിലുള്ള തളയും കയ്യിലുള്ള വളയും കാലിലുള്ള തളയും ഒക്കെ കിലുക്കിക്കൊണ്ട് മണിപ്പതക്കം മാർത്തട്ടിൽ മിന്നും ആ വിശ്വമോഹനൻ. വിശ്വമോഹനൻ, വിശ്വത്തിനെ മോഹിപ്പിക്കുന്നവൻ. ഒരാളെ, ഒരു കൂട്ടം ആൾക്കാരെയല്ല, വിശ്വത്തിലുള്ള എല്ലാ ചരാചരങ്ങളെയും മോഹിപ്പിക്കുന്നവൻ എന്നർത്ഥം. കായാമ്പൂ നിര കണ്ടോതീ കൺകുളിർക്കും ഇതേ നിറം. കായാമ്പു കായാമ്പുകളെ കണ്ടിട്ട് പറഞ്ഞു. അതായത് ഭഗവാന്റെ നിറത്തോടെ സാമ്യമുള്ളവയെ കണ്ടിട്ട് പറഞ്ഞു. കൺകുളിർക്കും ഇതേ നിറം, കണ്ണിന് കുളിർമയുള്ള ഇതേ നിറം തന്നെ. കംസൻ്റെ തേർക്കോതിരകളെന്തു ചെയ്യുന്നു തന്നെയും. അതായത് കംസൻ്റെ കുതിരകളെന്തു ചെയ്യുന്നതു തന്നെയും വഹിച്ചു കൊണ്ടോടുകയോ വഴിയിൽ തങ്ങി നിൽക്കയോ. ഓ മൈ ഗോഡ്, എന്താ അതിനർത്ഥമുണ്ടോ? കംസൻ്റെ കുതിരകൾ എന്താ ചെയ്യണത്? വണ്ടി സ്റ്റാൻഡ് സ്റ്റിലാണോ? ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ടുണ്ടോ? ഞാൻ കടിഞ്ഞാണ് വലിച്ചിട്ടില്ലല്ലോ. ഞാൻ മാക്സിമം സ്പീഡിലാണല്ലോ കുതിരകളോട് ഓടാൻ പറഞ്ഞത്. എനിക്ക് ഈ സ്പീഡ് പോരാ, എനിക്ക് എൻ്റെ മുകിൽ വർണ്ണനെ കാണാനുള്ള വെമ്പലാണ്. നിങ്ങൾ പുല്ലും വെള്ളം തിന്നാൻ വേണ്ടി മാത്രം, നിങ്ങൾക്ക് ഇതൊരു എന്താണ് പറയുക, ഒരു സെൽഫ് ബോസ്റ്റിംഗ്. ഞാൻ കംസമഹാരാജാവിൻ്റെ കുതിരകളാന്നുള്ള ധാരണയുള്ളൂ. എനിക്ക് അങ്ങനെയല്ല, നിങ്ങൾ ആരുമല്ല. എൻ്റെ എല്ലാമായിരിക്കുന്ന ആ വിവേകമോഹനനെ കാണാൻ എനിക്ക് നിങ്ങളുടെ സ്പീഡ് പോരാ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ ഇമോഷൻ എന്ന് പറയാണ് ആര്? അക്രൂരൻ. കംസൻ്റെ കുതിരകൾ എന്തു ചെയ്യുന്നത് എന്നെയും വഹിച്ചു കൊണ്ടോടുകയോ വഴിയിൽ തങ്ങി നിൽക്കയോ. അപ്പോൾ സ്പീഡ് പോരാതെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനവിടെ. കാളിന്തി വാർമണി തന്നലേറ്റുകൊണ്ടുല്ലസിക്കയോ. എന്താ കുതിരകളെ? കാളിന്തി വാർമണി തന്നൽ. കാളിന്തിയിൽ കാളിയനേനൊക്കെ പറഞ്ഞയച്ചതിൻ്റെ ശേഷം വിഷാംശമില്ലാത്ത സംശുദ്ധമായ നീരുകളിൽ തട്ടി വരുന്ന മന്ദമാരുതൻ്റെ കാറ്റ് കൊണ്ടിട്ട് ക്ഷീണം മാറ്റുകയാണോ നിങ്ങൾ എന്ന് കവിഭാവന. കാളിന്തി വാർമണി തന്നലേറ്റുകൊണ്ടുല്ലസിക്കയോ വൃന്ദാവന പ്രദേശത്തിൽ കാന്തി കണ്ടവർ എത്രയും പരമാനന്ദ വൈവശ്യം പൂണ്ട് അനങ്ങാതെ നിൽക്കയോ എന്നൊന്നും അറിയുന്നില്ല മഹാഭാഗവതോത്തമൻ. അക്രൂരൻ ആരാന്ന് പറഞ്ഞു. അക്രൂരൻ ആരാ? മഹാഭാഗവതോത്തമൻ. അങ്ങനെ ഇരിക്കുന്ന ആ ഭാഗവതോത്തമനെ പോലെ എല്ലാവർക്കും ഭഗവത് കൃപ കൊണ്ട്
ഭൗതികമായുള്ള സങ്കടങ്ങളൊന്നും ഇല്ലാതെ കണ്ട് ആധ്യാത്മിക പ്രതലത്തിൽ അനുഭവിക്കാവുന്ന മാക്സിമം ആനന്ദം, പരമാനന്ദം അനുഭവിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.